വെൽക്കം ടു കൈതപ്പുള്ളി ചാനൽ. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. ഈ ബസ്സുകാരൻ എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്? തലനാരിഴയ്ക്കല്ലേ ആ ബൈക്കുകാരനും കാറുകാരനും രക്ഷപ്പെട്ടത്. ഇങ്ങനെയെല്ലാം ഈ പ്രൈവറ്റ് ബസ്സുകാർ വണ്ടി ഓടിച്ചാൽ എന്താണ് നമ്മളുടെ ബൈക്കുമ്പോൾ പോകുന്നവരുടെയും കാറിൽ പോകുന്നവരുടെയും സുരക്ഷ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ വീഡിയോ ഒന്ന് കണ്ടു, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയും. അവിടെ വണ്ടി അവിടെ വണ്ടി വണ്ടി വേഗം പോട്ടെ വേഗം പോട്ടെ വണ്ടി ചത്തുകൊണ്ടാണ് നിങ്ങള് എന്ത് ചെയ്തരാ പോട്ടെ പോട്ടെ അവൻ പോട്ടെ 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 കടത്തരുത് കടത്തരുത് അവരെ കടത്തരുത് അവിടെ നിൽക്ക് കടത്തരുത് കേട്ടാ സത്യം പറഞ്ഞാൽ ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നെ ഒരിക്കലും ബസ് ഓടിക്കാൻ ലൈസൻസ് കൊടുക്കരുത്. എന്നാലേ ഈ സാധാരണ ജനങ്ങൾക്ക് റോഡിലൂടെ പോകാൻ പറ്റുന്നുള്ളൂ. ബസ്സുകാരന്മാര് ടാക്സ് അടച്ചിട്ടാണല്ലോ നമ്മളും ടൂ വീലേഴ്സും കാറുകാരും എല്ലാവരും പോകുന്നത്. വലിയ വണ്ടി ഓടിക്കുന്നവന് സുഖമാണ്, കാരണം അവനെ ഒരു ചെറിയ ആക്സിഡന്റ് പറ്റിയാണെന്ന് അവന് പറ്റില്ല. ചെറിയ വണ്ടിക്കാരുടെ കാര്യം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും വലിയ വണ്ടി ഓടിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. എന്നാലും ഇവരുടെ ഈ അഹംഭാവം കാണുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര വിഷമമാണ് തോന്നുന്നത്. എന്തായാലും അവരുടെ കുടുംബത്തിരിക്കുന്നവരുടെ ഭാഗ്യം കൊണ്ട് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടില്ല. അവർക്ക് അപകടമൊന്നും പറ്റിയാൽ എന്ത് ചെയ്യാൻ? ഇൻഷുറൻസ് കേസ് കൊടുക്കും, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകും. ഇവരെല്ലാം അപ്പം തന്നെ നിയമപരമായി ഒരു 10-15 ദിവസം ലൈസൻസ് കട്ട് ചെയ്യും. വീണ്ടും അവർ വണ്ടി ഓടിക്കും, വീണ്ടും അപകടം കേൾക്കും. ഇതല്ലാതെ വേറെ എന്താണ് വഴിയുള്ളത്? അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഈ രംഗം കണ്ടിട്ട് വളരെയധികം വിഷമമായി. നമ്മുടെ അടുത്ത പ്രദേശത്ത് തന്നെ നടന്നതാണ്. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ച്, എനിക്ക് പറയാനുള്ളത് ടൂ വീലറുകാരും കാറുകാരും വളരെ സൂക്ഷിച്ച്, കാൽനടക്കാരും ബസ്സുകൾ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ പോകാതിരിക്കുക. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, നമ്മൾ സൂക്ഷിച്ചാൽ നമ്മൾക്ക് രക്ഷ, അല്ലാതെ ഇതിന് വേറെ രക്ഷ.